ഹലോ സുഹൃത്തുക്കളെ, ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും ശക്തിയേറിയ, ഏറ്റവും ഊർജ്ജസ്വലമായ ഒരു കാര്യമുണ്ടെങ്കിൽ അത് മനുഷ്യന്റെ മനസ്സാണ്. നമ്മുടെ മനസ്സ് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒന്ന് ചിന്തിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ ശ്രദ്ധിക്കാത്തപ്പോൾ പോലും, നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ മനസ്സ് എവിടെയൊക്കെയോ അലഞ്ഞു തിരിഞ്ഞ് എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടുന്നുണ്ടാവും. സത്യം പറഞ്ഞാൽ ഇതാണ് ഇന്ന് ലോകത്തിലെ 3/4% ആളുകളുടെയും ഏറ്റവും വലിയ പ്രശ്നം. ഒരു നിമിഷം ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ മനസ്സിലൂടെ ഓടിപ്പോകുന്ന ചിന്തകൾ നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ആൾക്ക് കേൾക്കാൻ കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നല്ല ചിന്തകളാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അത് വളരെ മോശമായ, തെറ്റായ ചിന്തകളാണെങ്കിലോ? ഒരാളുടെ മനസ്സിലെ ചിന്തകളെ മറ്റൊരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമോ? ഒരാളുടെ മനസ്സിൽ വരുന്ന അനാവശ്യമായ ചിന്തകളെ തടഞ്ഞു നിർത്താൻ കഴിയുമോ? ഇതിനെല്ലാം ഉത്തരം നൽകുന്ന ഒരു ബുദ്ധകഥയാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. ഉറപ്പായും ഈ വീഡിയോ കണ്ടു തീരുമ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള തെറ്റായ ചിന്തകൾ വേരോടെ പിഴുതുമാറുന്നത് നിങ്ങൾക്ക് തന്നെ അനുഭവിച്ചറിയാൻ സാധിക്കും. വാ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. മനസ്സറിഞ്ഞ ഭക്ഷണം. പോകുന്ന വഴി നീളെ അദ്ദേഹത്തിന്റെ മനസ്സിൽ തനിക്കിഷ്ടപ്പെട്ട ഭക്ഷണങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ വന്നു. ഇന്നലെ വരെ ഞാൻ രാജകുമാരനായിരുന്നു. എന്റെ മുന്നിൽ പലതരം വിഭവങ്ങളുണ്ടായിരുന്നു. അതിൽ എനിക്കിഷ്ടമുള്ളത് ഞാൻ കഴിക്കും. എന്നാൽ ഇന്നോ ഞാൻ ഒരു സന്യാസിയാണ്. ആളുകൾ എന്ത് തരുന്നു, എന്ത് കിട്ടുന്നോ അത് മാത്രം കഴിക്കണം. ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം ആ സന്യാസിനിയുടെ വീടിന്റെ പടിവാതിൽക്കലെത്തി. ആ സന്യാസിനി വാതിൽക്കൽ തന്നെ വന്ന് അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു. വരൂ വരൂ, അകത്തേക്ക് വരൂ. ആ സ്ത്രീയെ കണ്ടതും യുവസന്യാസി ഒരു നിമിഷം സ്തംഭിച്ചുപോയി. അവരെ കാണാൻ അതിമനോഹരമായിരുന്നു. ഒരു കൽപ്രതിമ പോലെ സുന്ദരി. അവരുടെ ആ സൗന്ദര്യം കണ്ട് ഒരു നിമിഷം അദ്ദേഹം സ്വയം മറന്നുപോയി. അദ്ദേഹത്തിന്റെ മനസ്സിലൊരു തെറ്റായ ചിന്ത വന്നു. അയ്യോ, ഇത്രയും സുന്ദരിയായ ഒരു സ്ത്രീയോ? ഞാൻ ഇപ്പോഴും രാജകുമാരനായിരുന്നെങ്കിൽ ഈ നിമിഷം തന്നെ ഇവരെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി വിവാഹം കഴിച്ചേനെ. ഇങ്ങനെ ഒരു മോശം ചിന്ത മനസ്സിൽ വന്നല്ലോ എന്നോർത്ത് അദ്ദേഹത്തിന് അസ്വസ്ഥത തോന്നി. എന്നാൽ ആ സന്യാസിനി വളരെ ബഹുമാനത്തോടെ അദ്ദേഹത്തെ അകത്തിരുത്തി മുന്നിൽ ഭക്ഷണം വിളമ്പി. മുന്നിലിരിക്കുന്ന ഭക്ഷണം കണ്ടതും യുവസന്യാസി അത്ഭുതപ്പെട്ടുപോയി. കാരണം അദ്ദേഹം വരുന്ന വഴിക്ക് ഞാൻ എന്തെല്ലാം കഴിക്കണമെന്ന് ആഗ്രഹിച്ചോ, കൊതിച്ചോ, ആ വിഭവങ്ങളെല്ലാം ആ സന്യാസിനി അദ്ദേഹത്തിന്റെ മുന്നിൽ വിളമ്പിയിരിക്കുന്നു. ഓ, ഒരുപക്ഷെ ആശ്രമത്തിൽ വിളിച്ച് എനിക്കിഷ്ടപ്പെട്ട വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചറിഞ്ഞ ശേഷം ഇവർ തയ്യാറാക്കിയതാവും. അദ്ദേഹം സ്വയം സമാധാനിച്ചു. എന്നിട്ട് വയറ് നിറയെ ആഹാരം കഴിച്ചു. വയറ് നിറയെ ഭക്ഷണം കഴിച്ചു. 2 മൈൽ നടന്നതിന്റെ ക്ഷീണവുമുണ്ട്. ആഹാ, നല്ല ക്ഷീണം. കുറച്ചു നേരം ഒന്ന് വിശ്രമിച്ചാൽ കൊള്ളാമായിരുന്നു എന്ന് ആ യുവസന്യാസി മനസ്സിൽ ചിന്തിച്ചതേയുള്ളൂ. ഉടനെ തന്നെ ആ സന്യാസിനി പറഞ്ഞു, അങ്ങ് വളരെ ക്ഷീണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ദയവായി അല്പസമയം വിശ്രമിക്കൂ. ഞാൻ അങ്ങേക്കായി ഒരു പായ് വിരിക്കാം. അവർ ഒരു പായ് വിരിച്ചു കൊടുത്തു. ഞാൻ ഇപ്പോൾ വിശ്രമിക്കണമെന്ന് മനസ്സിൽ ഓർത്തതല്ലേയുള്ളൂ. ഇവർ ഇതെങ്ങനെ അറിഞ്ഞു? ഒരുപക്ഷെ എന്റെ മുഖം കണ്ടപ്പോൾ ക്ഷീണം മനസ്സിലാക്കിയതാവും. ഭക്ഷണം കഴിച്ചാൽ ആരും ഒന്ന് വിശ്രമിക്കാൻ ആഗ്രഹിക്കുമല്ലോ, അത് സ്വാഭാവികമാണ്. അദ്ദേഹം വീണ്ടും സ്വയം സമാധാനിച്ചുകൊണ്ട് ആ പായിൽ കിടന്നു. ആ സന്യാസിനി അദ്ദേഹത്തിന് അരികിലിരുന്ന് ഒരു വിശരി കൊണ്ട് വീശിക്കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ആ യുവസന്യാസി വീണ്ടും മനസ്സിൽ ചിന്തിച്ചു, ഇന്നലെ വരെ ഞാനൊരു രാജകുമാരനായിരുന്നു. ഒരു വലിയ രാജ്യം എനിക്ക് സ്വന്തമായിരുന്നു. ഇന്നോ എനിക്ക് സ്വന്തമായി തലചായ്ക്കാൻ ഒരു കുടിൽ പോലുമില്ല. സ്വന്തമായി ഉറങ്ങാൻ ഒരു പായ പോലുമില്ല. ഇത് ചിന്തിച്ച് തീർന്നതും ആ സന്യാസിനി പറഞ്ഞു, സന്യാസി, നമ്മൾ എല്ലാവരും ഈ ലോകത്തിലേക്ക് വരുന്നത് വെറും കൈകളിലാണ്. തിരികെ പോകുന്നതും വെറും കൈകളിലാണ്. ഭൂമിയേക്കാൾ വലിയൊരു കിടക്ക ഈ ലോകത്തില്ല. ആകാശത്തേക്കാൾ വലിയൊരു മേൽക്കുരയുമില്ല. ദയവായി ഇതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കാതിരിക്കൂ. ഇത് കേട്ടതും യുവസന്യാസിക്ക് തന്റെ ചിന്തകളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ഇതെല്ലാം യാദൃശ്ചികമായി സംഭവിക്കുന്നതാണെന്ന് വിശ്വസിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. കാരണം താൻ മനസ്സിൽ ചിന്തിക്കുന്ന ഓരോ കാര്യങ്ങളും ഈ സ്ത്രീക്ക് എങ്ങനെ അറിയാൻ സാധിക്കുന്നു? അദ്ദേഹം ചാടി എഴുന്നേറ്റ് ആ സ്ത്രീയോട് ചോദിച്ചു, ഞാൻ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടോ? അതിനാ സന്യാസിനി പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, അതെ, തുടക്കത്തിൽ ഞാനും അങ്ങേപ്പോലെ തന്നെയായിരുന്നു. മനസ്സ് നിറയെ ചിന്തകളായിരുന്നു. എന്നാൽ ഞാൻ ധ്യാനം ചെയ്യാൻ തുടങ്ങിയപ്പോൾ എന്റെ ചിന്തകളെ ഞാൻ തന്നെ സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ തുടങ്ങി. അങ്ങനെ എന്റെ ചിന്തകളെല്ലാം പതിയെ പതിയെ ഇല്ലാതായി. എന്റെ മനസ്സ് ശാന്തമായി. വ്യക്തവും ശാന്തവുമായ മനസ്സോടെ എനിക്കിപ്പോൾ മറ്റുള്ളവരുടെ മനസ്സിലെ ചിന്താധാരകൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇത് കേട്ടതും ആ യുവസന്യാസി ഭയന്ന് വിറച്ചുപോയി. അമ്മേ, എന്നോട് ക്ഷമിക്കണം. എനിക്കിപ്പോൾ തന്നെ പോകണം. അയ്യോ, നിൽക്കൂ സന്യാസി, അങ്ങ് ഒട്ടും വിശ്രമിച്ചില്ലല്ലോ.
എന്ന് ആ സന്യാസിനി എത്ര പറഞ്ഞിട്ടും അദ്ദേഹം കേട്ടില്ല. വേണ്ട, എന്നോട് ക്ഷമിക്കൂ, എനിക്ക് പോയേ പറ്റൂ എന്നും പറഞ്ഞ് അദ്ദേഹം അതിവേഗത്തിൽ ആ വീട് വിട്ടിറങ്ങി ഓടി. ഒന്ന് നിമിഷം നിൽക്കൂ. ആ യുവസന്യാസി അനുഭവിച്ച അതേ മാനസികാവസ്ഥയിലൂടെയാണോ നിങ്ങളും ഇപ്പോൾ കടന്നു പോകുന്നത്? ആ സന്യാസിയെ പോലെ അടക്കാൻ കഴിയാത്ത കാമം നിറഞ്ഞ ചിന്തകൾ നിങ്ങളെയും വേട്ടയാടുന്നുണ്ടോ? ഒരുപക്ഷെ പോൺ, മാസ്റ്റർബേഷൻ അഡിക്ഷൻ കാരണം നിങ്ങളുടെ മനസ്സിന്റെ നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ടതായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. ആ സന്യാസിക്ക് വഴികാട്ടാൻ ബുദ്ധനുണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ ഈ ലോകത്തിൽ നിങ്ങൾക്ക് വഴികാട്ടാൻ എന്റെ 6 വർഷത്തിൽ അധികം അനുഭവത്തിൽ നിന്നും 3000-ലധികം ആളുകളുടെ ജീവിതം മാറ്റിമറിച്ച ഒരു പ്രോഗ്രാമുണ്ട്. ഈ അഡിക്ഷനിൽ നിന്ന് എങ്ങനെ ശാസ്ത്രീയമായി പൂർണ്ണമായും പുറത്തു കടക്കാം എന്ന് ഈ പ്രോഗ്രാം നിങ്ങളെ പഠിപ്പിക്കും. ഇനിയും ഈ കുറ്റബോധവും ലജ്ജയും സഹിച്ച് ജീവിക്കേണ്ട. താഴെ ഡിസ്ക്രിപ്ഷനിലും പിൻ ചെയ്ത കോമന്റിലുമുള്ള ലിങ്കിൽ ഇപ്പോൾ തന്നെ ക്ലിക്ക് ചെയ്യുക. ഇന്ന് തന്നെ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം നിങ്ങൾ തീർച്ചയായും നാളെയും ആ സന്യാസിനിയുടെ വീട്ടിലേക്ക് പോകണം. ഇല്ല ബുദ്ധ, അതെ, നിങ്ങൾ പോയേ പറ്റൂ. ഞാൻ ഇനി പോകേണ്ട എന്ന് പറയുന്നതുവരെ നിങ്ങൾ എല്ലാ ദിവസവും അവിടെ പോകണം. അതൊരു പക്ഷേ 2 മാസമാകാം, അല്ലെങ്കിൽ 2 വർഷം പോലുമാകാം. പക്ഷേ ഒന്നുണ്ട്, ബുദ്ധൻ തുടർന്നു, അവിടെ പോകുമ്പോൾ നിങ്ങൾ പൂർണ്ണമായ ബോധത്തോടെ ആയിരിക്കണം. ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഉണർന്നിരിക്കുക. നിങ്ങളുടെ ഉള്ളിലുണ്ടാകുന്ന ഓരോ ചിന്തയെയും ഓരോ ആഗ്രഹത്തെയും ഒരു സാക്ഷിയെപ്പോലെ നോക്കിക്കാണുക. മറ്റൊന്നും ചെയ്യേണ്ടതില്ല. നിങ്ങളുടെ ചിന്തകളെ അടക്കി നിർത്താൻ ശ്രമിക്കരുത്. പഴയതുപോലെ ചിന്തകൾ വന്നും പോയിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ ഒരേ ഒരു ജോലി അവയെ വെറുതെ നിരീക്ഷിക്കുക എന്നത് മാത്രമാണ്. ഇത് നിങ്ങൾക്ക് ഏറ്റവും മികച്ച ഒരു ആത്മീയ പരിശീലനമായിരിക്കും. വേറെ വഴിയില്ലാതെ ആ യുവസന്യാസി പിറ്റേ ദിവസവും സന്യാസിനിയുടെ വീട്ടിലേക്ക് യാത്രയായി. എന്നാൽ ഇന്ന് അദ്ദേഹത്തിന് നല്ല ഭയവും പരിഭ്രമവും ഉണ്ടായിരുന്നു. അദ്ദേഹം തന്റെ മനസ്സിനെ തന്നെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടാണ് നടന്നത്. ആ വീടിനോടടുക്കും തോറും അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഭയവും ഉത്കണ്ഠയും കൂടി വന്നു. ഉള്ളിൽ അശാന്തി നിറഞ്ഞു. അദ്ദേഹം വീടിന്റെ പടിക്കെട്ടുകൾ കയറുമ്പോൾ ഓരോ അടിവെപ്പിലും താൻ പൂർണ്ണ ബോധവാനാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അദ്ദേഹം ദീർഘമായി ശ്വാസമെടുത്ത് തന്റെ മനസ്സിൽ തോന്നിയ ചെറിയ ചിന്തകളെപ്പോലും ശ്വാസവായുവിലൂടെ പുറത്തേക്ക് വിടുന്നതായി സങ്കൽപ്പിച്ചു. അദ്ദേഹം 1ാമത്തെ പടിയിൽ കാലെടുത്തു വെച്ചു. അപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു ചിന്തയും ഉണ്ടായിരുന്നില്ല. അതുകണ്ട് അദ്ദേഹം സ്വയം അത്ഭുതപ്പെട്ടു. 2ാമത്തെ പടിയിൽ കാലെടുത്തു വെച്ചു. അദ്ദേഹത്തിന്റെ ഉള്ളിൽ പൂർണ്ണമായ ശാന്തത നിലനിൽക്കുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചു. 3ാമത്തെ പടിയിൽ കാലെടുത്തു വെച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സ് മുഴുവനായും ശൂന്യമായിരിക്കുന്നത് അദ്ദേഹം അനുഭവിച്ചറിഞ്ഞു. ആ ശൂന്യമായ മനസ്സോടെ അദ്ദേഹം വീട്ടിനുള്ളിലേക്ക് പ്രവേശിച്ചു. അദ്ദേഹത്തിന്റെ മനസ്സിൽ കൂടുതൽ ശാന്തത നിറഞ്ഞു. അദ്ദേഹം പൂർണ്ണ ബോധവാനായിരുന്നു. ആ സന്യാസിനി കൊടുത്ത ഭക്ഷണം ഓരോ ഉരുളയും രുചിച്ച് ആസ്വദിച്ച് കഴിച്ച് അവർക്ക് നന്ദി പറഞ്ഞ് അദ്ദേഹം വീട്ടിൽ നിന്നിറങ്ങി. നേരെ ബുദ്ധന്റെ അടുത്തേക്ക് ചെന്നു. ബുദ്ധ, എന്റെ ജീവിതത്തിൽ ഇന്നുവരെ ഇങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായിട്ടില്ല. എന്റെ ഉള്ളിൽ ഇത്രയും വലിയൊരു ശൂന്യത ഞാൻ ഇന്നുവരെ അനുഭവിച്ചിട്ടില്ല. അവിടെ നടന്ന സംഭവങ്ങളെല്ലാം അദ്ദേഹം ബുദ്ധനോട് വിശദീകരിച്ചു. പുഞ്ചിരിച്ചുകൊണ്ട് ബുദ്ധൻ പറഞ്ഞു, ഈ ഒരു കാരണത്തിനു വേണ്ടിയാണ് ഞാൻ നിങ്ങളെ അങ്ങോട്ട് അയച്ചത്. ചിന്തകളെ ചിട്ടപ്പെടുത്താനുള്ള ഒരേ ഒരു വഴി ആ ചിന്തകളെക്കുറിച്ച് പൂർണ്ണമായി അറിയുകയും അതിനെ നിരീക്ഷിക്കുകയും ചെയ്യുക എന്നതാണ്. നിങ്ങളുടെ ചിന്തകളെക്കുറിച്ച് നിങ്ങൾ എത്രത്തോളം ബോധവാനാകുന്നുവോ അത്രത്തോളം നിങ്ങളുടെ മനസ്സിന്റെ ശക്തി വർദ്ധിക്കും. എന്നാൽ ഒരുപാട് ചിന്തകളുള്ള ചിതറിയോടുന്ന മനസ്സിന് ശക്തി വളരെ കുറവായിരിക്കും. ഇന്നു മുതൽ നിങ്ങൾ ഇനി ആ സന്യാസിനിയുടെ വീട്ടിലേക്ക് പോകേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ എന്താണോ പഠിക്കേണ്ടിയിരുന്നത് അത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. സുഹൃത്തുക്കളെ, നിങ്ങളുടെ ചിന്തകളെക്കുറിച്ച് മറ്റുള്ളവർ അറിയുന്നില്ല എന്നുറപ്പുള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ലോകത്തിൽ സമാധാനത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കാൻ കഴിയുന്നത്. ഒരു നിമിഷം ആ സന്യാസിയുടെ സ്ഥാനത്ത് നിങ്ങളെ സങ്കല്പിച്ചു നോക്കൂ. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ആൾ മനസ്സിലാക്കുന്നുണ്ട് എന്നറിഞ്ഞാൽ നിങ്ങൾക്കവിടെ സമാധാനമായി ഇരിക്കാൻ കഴിയുമോ? നിങ്ങൾ നാണക്കേടും അപമാനവും കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിലാകും. അപ്പോൾ എങ്ങനെയാണ് ഈ അനാവശ്യ ചിന്തകളെ നിയന്ത്രിക്കുന്നത്? വളരെ ലളിതമാണ്. നിങ്ങളുടെ മനസ്സിൽ വരുന്ന അനാവശ്യമായ ചിന്തകളെ നിങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുക. അവയെ എതിർക്കാനോ പിടിച്ചുകെട്ടാനോ ശ്രമിക്കരുത്. വെറുതെ ഒരു സാക്ഷിയെപ്പോലെ അവയെ നോക്കിക്കാണുക. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ചിന്തകളെ നിരീക്ഷിക്കാൻ തുടങ്ങുമ്പോൾ ആ ചിന്തകൾ പതിയെ ശക്തി കുറഞ്ഞില്ലാതാകുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അങ്ങനെ അനാവശ്യ ചിന്തകളെല്ലാം അടങ്ങി നിങ്ങളുടെ മനസ്സ് ശാന്തമാകും. ശാന്തമായ മനസ്സുള്ളവർക്ക് ഒരു ആശങ്കയോ കുഴപ്പമോ ഉണ്ടാവില്ല. ആശങ്കയും കുഴപ്പവുമില്ലാത്ത മനസ്സ് എപ്പോഴും സന്തോഷമുള്ളതായിരിക്കും, ആഗ്രഹങ്ങളില്ലാത്തതായിരിക്കും. അങ്ങനെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഇരിക്കുന്ന ഒരു മനസ്സിന് ഈ ലോകത്തിൽ എന്തും നേടാൻ സാധിക്കും. ഈ ചിന്ത നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.
ഇനിയും നമ്മൾ ഇതുപോലുള്ള നല്ല ചിന്തകളുമായി കണ്ടുമുട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നന്ദി.